കോതമംഗലം മാതിരപ്പള്ളി അൻസലിന്റെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചപ്പോൾ വീണ്ടും കേരളം ഞെട്ടിയിരിക്കുകയാണ്. വീണ്ടും എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. പ്രണയം, വിഷം, ചതി. ഈ കോമ്പിനേഷൻ തന്നെയാണ് കാരണം. കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കാമുകനായ ഷാരോണിനെ ഒഴിവാക്കിയ ഗ്രീഷ്മയെ കേരളം ഒരിക്കലും മറക്കില്ല. ഇതിന് സമാനമാണ് കോതമംഗലത്ത് യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊന്ന സംഭവവും. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കാമുകൻ ഷാരോണിനെ കൊലപ്പെടുത്താൻ കഷായത്തിൽ കലക്കി നൽകിയ പാരക്കിറ്റ് തന്നെയാണ് അദീനയും അൻസലിന് കലക്കി നൽകിയത്. എറണാകുളം കോതമംഗലത്തിന് സമീപമുള്ള ഒരു ഗ്രാമപ്രദേശമാണ് മാതിരപ്പള്ളി. ആ നാട്ടുകാരനായ 38 വയസ്സുള്ള അൻസൽ കഴിഞ്ഞ ദിവസമാണ് വിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയ്ക്കിടെ മരണപ്പെട്ടത്. ഇത് ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്ന അൻസലിനെ ഒഴിവാക്കാൻ അദീന നടത്തിയ കൊലപാതകമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വിവാഹിതനായിരുന്നുവെങ്കിലും അൻസൽ ഇടയ്ക്കിടെ അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എത്തുമായിരുന്നു. അദീന അവിവാഹിതയാണ്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഇവർ തമ്മിൽ വഴക്കും പതിവായിരുന്നു. അൻസൽ മർദ്ദിച്ചതായി 1 വർഷം മുൻപ് അദീന കോതമംഗലം പോലീസിൽ നൽകിയ പരാതി 2 ആഴ്ച മുൻപ് പിൻവലിച്ചിരുന്നു. എന്നാൽ ഒത്തുതീർപ്പ് പ്രകാരമുള്ള പണം അൻസൽ നൽകിയില്ലെന്നും സൂചനയുണ്ട്. ഒടുവിൽ ഇരുവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ വഷളായതോടെ അൻസലിനെ ഇല്ലാതാക്കാൻ അദീന തീരുമാനിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി അൻസലിനെ തന്ത്രപരമായി അദീന തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അർദ്ധരാത്രിയായപ്പോൾ വിഷം കലക്കി നൽകുകയായിരുന്നു. അൻസൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതള പാനീയത്തിനൊപ്പം വിഷവും ചേർത്ത് കൊടുക്കുകയായിരുന്നു അദീന. അബോധാവസ്ഥയിലായപ്പോൾ അൻസൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്ന് അദീന തന്നെയാണ് പോലീസിനെയും ബന്ധുക്കളെയും വിളിച്ചറിയിച്ചത്. പിന്നീട് പോലീസും ബന്ധുക്കളും എത്തിയാണ് അൻസലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. വിഷം അകത്ത് ചെന്ന ഉടൻ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അൻസലും സുഹൃത്തിനെ വിവരം അറിയിച്ചിരുന്നു. ആംബുലൻസിൽ വെച്ച് തനിക്ക് അദീനയാണ് വിഷം നൽകിയത് എന്ന് അൻസൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞതാണ് കേസിലെ പ്രധാന വഴിത്തിരിവായത്. അൻസലിനെ കൊലപ്പെടുത്താൻ അദീന 2 മാസം മുൻപ് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. വ്യാഴാഴ്ച രാത്രി അൻസൽ വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ CCTV ക്യാമറയും ഹാർഡ് ഡിസ്കും നശിപ്പിച്ചു. വീട്ടിൽ CCTV ക്യാമറ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളും നശിപ്പിച്ചു. അന്വേഷണത്തിൽ മാസങ്ങൾക്ക് മുൻപ് അദീന കോതമംഗലം ചെറിയ പള്ളിത്താഴത്തുള്ള കടയിൽ നിന്ന് കീടനാശിനി വാങ്ങിച്ചതായുള്ള സുപ്രധാന തെളിവുകളും ലഭിച്ചു. കളനാശിനിയായ പാരക്കിറ്റാണ് വാങ്ങിയത്. അൻസലിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ പാരക്കറ്റ് എന്ന കീടനാശിനി അകത്ത് ചെന്നതാണ് മരണകാരണമെന്ന് തെളിഞ്ഞിരുന്നു. ശാസ്ത്രീയ തെളിവെടുപ്പിന് ശേഷമാണ് പോലീസ് അദീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, കളനാശിനിയുടെ കുപ്പിയും അദീനയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അദീനയുടെ മാലിപ്പാറയിലെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് അപ്രത്യക്ഷമായതും ദുരൂഹതയുണ്ടാക്കുന്നതായിരുന്നു. തെളിവ് നശിപ്പിക്കാൻ അദീന ഹാർഡ് ഡിസ്ക് മാറ്റിയതാണ് എന്ന സംശയവും ഉയർന്നിരുന്നു. ആസൂത്രിത കൊലപാതകമാണ് എന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. അദീനയുടെ വീടിന് സമീപത്ത് കാട് പിടിച്ച സ്ഥലത്ത് നിന്ന് അൻസലിന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ നിന്നും നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അദീനയുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന മറ്റൊരു യുവാവിലേക്കും അന്വേഷണം നീളുകയാണ്. 1 മാസം മുൻപ് ഈ യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി അദീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവവും അൻസലും അദീനയും തമ്മിലുള്ള വഴക്കിന് കാരണമായി എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഈ യുവാവും അദീനയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത്. ഈ യുവാവുമായി കൂടുതൽ അടുക്കാനാണ് അൻസലിനെ കൊലപ്പെടുത്തിയത് എന്നും പോലീസ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യത്തിൽ അദീനയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നത്. ചെമ്മീൻകുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അദീനയ്ക്ക് അയൽവാസികളുമായി യാതൊരു അടുപ്പവുമില്ലായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ വരുന്ന ഏക വ്യക്തി അൻസലായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത്. അതേസമയം അൻസലിനെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ അദീന ഭീഷണി മുഴക്കിയതായി അൻസലിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് സംശയിക്കുന്നത്. 2 മാസത്തെ ആസൂത്രണത്തിനിടെ പ്രതി അദീനയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. CCTV തകരാറിലാക്കാൻ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന നിലപാടിലാണ് പോലീസ്. ഇതിനായി അദീനയെ ഉടൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഈ കേസ് 2022 ഷാരോൺ രാജ് വധക്കേസിനോട് സാമ്യം തോന്നിപ്പിക്കുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പാറശാലയിൽ ഗ്രീഷ്മ എന്ന യുവതി തന്റെ കാമുകനെ വിഷം കലർത്തിയ ആയുർവേദ മരുന്ന് നൽകിയാണ് കൊലപ്പെടുത്തിയത്. ഗ്രീഷ്മ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്.
അൻസലിന്റെ കേസിൽ അദീന മറ്റൊരു യുവാവുമായി ബന്ധത്തിലായിരുന്നതും ജയിലിലുള്ള ആ യുവാവിന്റെ മോചനത്തിന് മുന്നോടിയായി അൻസലിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതുമാണ് കൊലപാതകത്തിന്റെ ഉദ്ദേശമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാകുന്നത്.